ഇസ്രായേൽ ജനം ഈജിപ്തിൽ അടിമകളായിരുന്ന കാലം. ഓരോ ഇസ്രായേലിനും മോചനമെന്നത് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത ഒരു കാലം. എന്നാൽ അവർ ആഗ്രഹിച്ചു, അവർക്കുണ്ടാകുന്ന ആൺമക്കൾ ഒരു നാൾ വളർന്ന് ഈ അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കുമെന്ന്. പക്ഷേ രാജാവിൻ്റെ മനസ്സിലെ ആദിയും അതുതന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനിക്കുന്ന എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിലെറിഞ്ഞ് കൊല്ലണമെന്ന തീരുമാനവും എടുത്തു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ആ രാത്രിയിൽ ഒരുവൻ ജനിക്കുന്നു. കരച്ചിൽ കേട്ട് കുഞ്ഞിനെയെടുത്ത് കൊല്ലാനായി കുന്തവും പരിചയവുമായി നടക്കുന്ന ഈജിപ്ഷ്യൻ ഭടന്മാർക്ക് ആ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം വാഗ്ദത്തത്തിനായി ദൈവം മാറ്റിവെച്ച ഒരു കുഞ്ഞായിരുന്നു അവൻ. അവൻ വ്യത്യസ്തനെന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾക്ക് അറിയുമായിരുന്നില്ല, എല്ലാ ഇസ്രായേലിനെയും അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം അയച്ച ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നേതാവിനായിരുന്നു അവർ ജന്മം നൽകിയതെന്ന്. വ്യത്യസ്തനായ കുഞ്ഞെന്ന് അവർ കണ്ടിട്ട് അവനെ കൊല്ലുവാനുള്ള മനസ്സ് തോന്നിയില്ല. അതുകൊണ്ടവർ ഒരു പെട്ടകമുണ്ടാക്കി അതിൽ കിടത്തി നദിയിലൊഴുക്കാൻ തീരുമാനിക്കുന്നു. തൻ്റെ സഹോദരി മിരിയാം പെട്ടകം നദിയിൽ ഒഴുക്കിവിട്ട് ചെടികൾക്കിടയിൽ ഒളിച്ചിരുന്നു. തൻ്റെ കുഞ്ഞനുജന് എന്ത് സംഭവിക്കുമെന്ന് കാണാൻ പേടിയോടെ നോക്കി നിന്നു. ആ സമയം രാജാവിൻ്റെ മകളും തോഴിമാരും കുളിക്കാനായി ആ നദിയിൽ വന്നു. പെട്ടെന്ന് അവരുടെ കണ്ണിൽ ആ പെട്ടകം പ്രത്യക്ഷപ്പെടുന്നു. അതെടുത്തുകൊണ്ടുവരാൻ തോഴിയോട് പറഞ്ഞു. എടുത്തു നോക്കിയപ്പോൾ കണ്ടത് സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിനെ. അവൾ ഓടിക്കൊണ്ടുവന്ന് രാജകുമാരിയുടെ കയ്യിൽ കൊടുത്തു. അവർക്ക് സന്തോഷം അടക്കാൻ പറ്റിയില്ല. എന്നാൽ ഇതെല്ലാം മോശയുടെ സഹോദരി മിരിയാം കാണുന്നുണ്ടായിരുന്നു. അവൾ ഓടി രാജകുമാരിയുടെ അടുത്തേക്ക് വന്നു. കുഞ്ഞിനെ കണ്ട് സന്തോഷിച്ചു നിൽക്കുന്ന കുമാരിയോട് അവൾ ചോദിച്ചു, ഈ കുഞ്ഞിനെ മുലപ്പാൽ നൽകി വളർത്താൻ ഞാനൊരു സ്ത്രീയെ കൊണ്ടുവരട്ടെ? രാജകുമാരി സമ്മതിക്കുന്നു. മുലപ്പാൽ കൊടുക്കുന്ന സ്ത്രീക്ക് ശമ്പളവും വാഗ്ദാനം ചെയ്യുന്നു. മിരിയാം ഓടി തൻ്റെ അമ്മയോട് നടന്ന കാര്യം പറഞ്ഞ് വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് രാജകുമാരിയുടെ മുൻപിൽ നിർത്തി. ഇതാണ് ഞാൻ പറഞ്ഞ സ്ത്രീ. രാജകുമാരി ഉടനെ തന്നെ ആ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നൽകി. സ്വന്തം അമ്മ എന്നറിയാതെ മോശയെ ഏൽപ്പിക്കുമ്പോൾ രാജകുമാരിക്ക് അറിയുമായിരുന്നില്ല, ആ ഇസ്രായേൽ മക്കളെ മുഴുവൻ മോചിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വാഗ്ദത്ത സന്തതിയാണ് അവനെന്ന്. രാജാവിൻ്റെ ആർമി പ്രൊട്ടക്ഷനോടെ സ്വന്തം വീട്ടിൽ 12 വയസ്സ് വരെ വളർന്ന മോശ പിന്നെ രാജകൊട്ടാരത്തിൽ ജീവിച്ച് രാജാവിൻ്റെ മകനെപ്പോലെ കഴിഞ്ഞു. ദൈവം അവനെക്കൊണ്ട് അത്ഭുതങ്ങൾ ഈജിപ്തിൽ ചെയ്യിച്ചു. അവസാനം ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുപോയത് ചരിത്രം. ഇന്നും മോശ മരിച്ച സ്ഥലം ആർക്കും അറിയില്ല. കാരണം ദൈവം ഭൂമിയിൽ അവനെ അയച്ച ഉദ്ദേശം നിറവേറ്റി ദൈവം തന്നെ അവനെ എടുത്തു.
മോശയെ പോലെ വിശ്വസ്തനാകുവാൻ, ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ നമുക്കും സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.